ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം പാടെ തെറ്റിക്കുന്നതാണ് ഇറാന്റെ തിരിച്ചടി. സയനിസ്റ്റ് ഭരണകൂടത്തിന് ആദ്യമുണ്ടായിരുന്ന ആഹ്ലാദമെല്ലാം ഇപ്പോൾ ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുന്നു. ഇസ്രായേലി ജനത ഭയത്തിലും ആശങ്കയിലുമാണ് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ജൂൺ 13 അകാരണമായി ഇസ്രായേൽ തുടങ്ങിവെച്ച ഇറാൻ ആക്രമണത്തിന്റെ ഗതി മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നുവെന്ന വ്യാജം പ്രചരിപ്പിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. എന്നാൽ ഇറാനും തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ സയനിസ്റ്റ് ഭരണകൂടത്തിനുമേൽ അവിടുത്തെ ജനതയ്ക്ക് ആദ്യമുണ്ടായിരുന്ന വിശ്വാസമെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും ചേർന്ന് കോട്ട കെട്ടി കാക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആത്മവിശ്വാസം. അയൺ ഡോമും ആരോയും ഡേവിഡ് സ്ലിംഗും താഡ് പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഇറാന്റെ ഏത് ആക്രമണത്തെയും തടുക്കുമെന്ന് സയനിസ്റ്റ് ഭരണകൂടം ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾ പിന്നിടും തോറും ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് നിരവധി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലി മണ്ണിൽ പതിക്കുന്നത്. മധ്യ ഇസ്രായേലാണ് പ്രധാനമായും ഇറാൻ ആക്രമണത്തിന്റെ ചൂടറിയുന്നത്. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഇസ്രായേലി പൗരന്മാരുടെ ഫോണുകളിലേക്ക് അപായ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലും ബോംബ് ഷെൽട്ടറുകളിലേക്കും ഏതു നേരവും പോകേണ്ട അവസ്ഥയാണ് അവർക്ക്. ഇറാന്റെ മിസൈലുകളെല്ലാം തടുക്കുന്നുണ്ടെന്ന് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും തെലാവീവിൽ ഉൾപ്പെടെ സംഭവിക്കുന്നത് മറിച്ചാണ്. അഭൂതപൂർവമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകരും പറയുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങളെ തുടക്കത്തിൽ പിന്തുണച്ചിരുന്നുവെങ്കിലും അത് പിന്നീട് മാറിയതായാണ് മധ്യ ഇസ്രായേലിൽ താമസിക്കുന്ന 67-കാരി ഓർലി യാഫ നൈഗ പറയുന്നത്. ഇസ്രായേൽ ദുർബലമാണെന്ന് തിരിച്ചറിഞ്ഞുവെന്നും അവർ പ്രതികരിക്കുന്നുണ്ട്. തുടർച്ചയായ അപായ സൈറണുകളും മുന്നറിയിപ്പ് സന്ദേശങ്ങളും ഇസ്രായേലികളെ ഭയചകിതരാക്കിയിരിക്കുന്നു. ജൂൺ 13 നെതന്യാഹു നടത്തിയ പ്രതികരണങ്ങളിൽ ആവശ്യമായിടത്തോളം ഇറാനെതിരായ ആക്രമണം തുടരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് നെതന്യാഹുവിന്റെ തകർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലികൾ കൂട്ടമായി രാജ്യം വിടുന്നതിലേക്കോ ആയിരിക്കും നയിക്കുക എന്നാണ് ഓർലി യാഫയുടെ പക്ഷം. ഇസ്രായേലിലെ പല ആശുപത്രികളിലും രോഗികളെ ഭൂഗർഭ അറകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരാക്രമണത്തിനും ഇസ്രായേലിലെ പൗരന്മാരെ അപകടപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു ഇസ്രായേലി നേതാക്കൾ ഇതുവരെ പൗരന്മാരോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണെന്ന് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേലികൾ മനസ്സിലാക്കിയെന്നാണ് ജെറുസലേം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ ഓർലിനോയ് ചൂണ്ടിക്കാട്ടുന്നത്. 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ജൂൺ 13 നടത്തിയ ആക്രമണത്തിലൂടെ ഇറാന്റെ തിരിച്ചടിക്കാനുള്ള എല്ലാ ശേഷിയും നശിപ്പിക്കാമെന്നായിരിക്കണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുതിയിട്ടുണ്ടാവുക. എന്നാൽ ആദ്യത്തെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇറാൻ തിരിച്ചടി കടുപ്പിക്കുകയായിരുന്നു. ജൂൺ 16 രാവിലെ വരെ ഏകദേശം 300 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. അതിൽ പലതും ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ കൈവശം 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് US കണക്കാക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശക്തിയാണ് ഇറാൻ. നിലവിൽ ഇറാൻ ഉപയോഗിച്ച മിസൈലുകളേക്കാൾ ശക്തമായത് ഇനിയും അവരുടെ പക്കലുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ നെതന്യാഹുവിന് അതൊരു തിരിച്ചടിയാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറായേക്കില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേലിന് അമേരിക്കയുടെ സഹായങ്ങൾ ഉണ്ടെന്നത് വിസ്മരിക്കുന്നില്ല എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ സംഘർഷത്തിലുള്ളത് ഇറാനും ഇസ്രായേലും മാത്രമാണ്. എന്നാൽ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ ഹിസ്ബുല്ലയും ഹൂത്തികളും ഇറാഖി സായുധ സംഘങ്ങളുമെല്ലാം ഇറാന്റെ സഹായത്തിനെത്താനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്കാകും പശ്ചിമേഷ്യ നീങ്ങുക.